ജോൺ ബ്രിട്ടാസിന്റെ ആ പാലം കെങ്കേമമായി തന്നെ പണി തീർന്നിരിക്കുന്നു. ഉദ്ഘാടനവുമായി CPM നിന്ന് തന്നെ BJPയിലേക്ക് നേതാക്കൾ ഒഴുകുകയാണ് സുഹൃത്തുക്കളെ. കേരളത്തിന്റെ കാര്യത്തിൽ വികസിത കേരളം ഒരു തീരുമാനമായി കഴിഞ്ഞ 10 വർഷം കൊണ്ട്. ഇനി വികസിത ഭാരതമുണ്ട് എന്ന് കേട്ട് CPM അനുഭാവികൾ അങ്ങോട്ടേക്ക് ഓടുകയാണ് BJPയിലേക്ക്. എന്ത് കണ്ടിട്ടാണെന്ന് അവർക്കും അറിയില്ല, കൈകാട്ടി വിളിക്കുന്നവർക്കും അറിയില്ല. പാലക്കാട് അട്ടപ്പാടി CPM ഏരിയ സെക്രട്ടറി എന്ന VR രാമകൃഷ്ണൻ ഇതാ BJPയിൽ ചേർന്നിരിക്കുന്നു. 42 വർഷമായി അട്ടപ്പാടിയിലെ CPM സജീവ പ്രവർത്തകനും 2 ടൈം അട്ടപ്പാടി ഏരിയ സെക്രട്ടറിയുമായിരുന്നു VR രാമകൃഷ്ണൻ. അതിനുശേഷം ഇതാ മൂന്നാറിൽ നിന്നും S രാജേന്ദ്രൻ താൻ BJPയിലേക്ക് പോകുകയാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. CPM വർഷങ്ങൾക്ക് മുമ്പ് പുറത്താക്കിയ മുൻ MLA ആണ് S രാജേന്ദ്രനെങ്കിലും മൂന്നാറിൽ രാജേന്ദ്രന് നല്ല പിടിപാടുണ്ടെന്ന് BJPക്ക് മനസ്സിലായി. അപ്പോൾ എന്ത് CPM, എന്ത് രാഷ്ട്രീയം? അടുത്തത് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ BJP കൊണ്ടുപോകുമെന്നാണ് ഇപ്പോഴത്തെ പ്രചരണം. കോൺഗ്രസിൽ നിന്നും ആരും BJPയിലേക്ക് പാലക്കാട് പോകുന്നില്ല എന്ന് തൽക്കാലത്തേക്ക് BJPക്കാരൊന്ന് അറിയിക്കാനുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ അതിഥി സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിൽ നിന്ന് വന്നതായിരുന്നു. വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് കോൺഗ്രസ് അവിടെ ജയിക്കണമെന്ന് ആഗ്രഹിച്ച വോട്ടർമാരാണ്. അപ്പോൾ പാലക്കാട് വ്യക്തി അധിഷ്ഠിതമായല്ല, പാർട്ടി അധിഷ്ഠിതമായ വോട്ടുകളാണ് കോൺഗ്രസിന് ലഭിച്ചതെന്ന് വ്യക്തം. പാലക്കാട് പിടിച്ചെടുക്കാനുള്ള BJPയുടെയും CPMൻ്റെയും അങ്ങനെ ആ ശ്രമങ്ങൾ അടുത്ത തിരഞ്ഞെടുപ്പിലും നടക്കില്ല. അതുകൊണ്ടാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് പറയേണ്ടി വന്നത് രാഷ്ട്രീയ നേട്ടത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയനും AK ബാലനും അടക്കം വർഗീയത ഉപയോഗിക്കുകയാണെന്നും സംഘപരിവാർ പോലും മടിക്കുന്ന കാര്യങ്ങളാണ് ഇരുവരും പറയുന്നതെന്നും. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പറയേണ്ട വാചകങ്ങളല്ല പിണറായി വിജയൻ പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുമായി കോൺഗ്രസ് ഒരിക്കലും ഒരു ബാന്ധവവും ഉണ്ടാക്കില്ല. വർഗീയ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുന്നതാണ് കേരളത്തിൽ ഇപ്പോൾ CPMൻ്റെ രാഷ്ട്രീയ നയങ്ങൾ, നടപടികൾ. ഇത് കോൺഗ്രസ് അംഗീകരിച്ചു കൊടുക്കാൻ പോകുന്നില്ലെന്നും KC വേണുഗോപാൽ വ്യക്തമായ നിലപാടെടുത്തിട്ടുണ്ട്.